ആലുവയിൽ UDF നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച കുറ്റവിചാരണ സദസ്സ് VM സുധീരൻ ഉദ്ഘാടനം ചെയ്തു. നവകേരള സദസ്സ് കൊണ്ട് എന്തു നേട്ടമാണ് ജനങ്ങൾക്കുണ്ടായതെന്ന് പറയാനുള്ള ബാധ്യത സർക്കാരിനുണ്ടെന്നും നവകേരള സദസ്സ് കൊണ്ട് കേരളത്തെ കലാപഭൂമിയാക്കിയെന്നും ജനാധിപത്യത്തിലൂടെ അധികാരത്തിലെത്തിയ ആധുനിക ഹിറ്റ്ലറാണ് പിണറായി വിജയനെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ VM സുധീരൻ പറഞ്ഞു. ഇങ്ങനെ എത്രയോ ഗവൺമെന്റുകളുടെ പ്രവർത്തനങ്ങളെ നേരിട്ട് വിലയിരുത്താനും നിരീക്ഷിക്കാനും നമുക്ക് എൻ്റെ അനുഭവം വെച്ചുകൊണ്ട് ഞാൻ പറയുന്നത് കേരളം കണ്ട ഏറ്റവും മോശമായ ഗവൺമെന്റാണ്. സർവരംഗത്തും പരാജയപ്പെട്ട ഗവൺമെന്റ് ജനങ്ങളുടെ ജീവൻ പ്രശ്നം പരിഹരിക്കുന്നതിൽ ഇതുപോലെ പരാജയപ്പെട്ട മറ്റൊരു ഗവൺമെന്റ് കേരളത്തിലുണ്ടായിട്ടില്ല. ഈ ഗവൺമെന്റ് ആകെ ഒരു കാര്യത്തിൽ മാത്രമാണ് വിജയകരമായി മുന്നോട്ട് പോകുന്നത്. എന്താണ്? സംസ്ഥാനത്തെമ്പാടും മദ്യവ്യാപനം നടത്തുക, തലമുറകളെ സർവനാശത്തിലേക്ക് തള്ളിവിടുന്ന ലഹരി വ്യാപനത്തിന് കളമൊരുക്കുക. ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കേവലം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് മുഖ്യ പ്രഭാഷണം നടത്തി. 2014 UDF അധികാരം കഴിയുമ്പോൾ കേരളത്തിന്റെ മൊത്തം കടം 1,43,691 കോടി രൂപ. 2023 എത്തി നിൽക്കുമ്പോൾ കേരളത്തിന്റെ മൊത്തം കടം 3,90,000 കോടി രൂപയാണ്. കേരളം രൂപീകരിച്ച കാലം മുതൽ 2016 വരെയുള്ള കാലഘട്ടത്തിൽ 1,43,000 ആണെങ്കിൽ 8 കൊല്ലം കൊണ്ട് അതിന് ഇരട്ടിയിലധികം കടം മലയാളിക്ക് സമ്മാനിച്ച ഗവൺമെന്റിന്റെ പേരാണ് പിണറായി സർക്കാർ എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. റിസർവ് ബാങ്കിന്റെ ഒരു നിയമമുണ്ട്. നിയോജക മണ്ഡലം ചെയർമാൻ ലത്തീഫ് പൂഴ്ത്തറ അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, ബെന്നി ബെഹനാൻ MP, അൻവർ സാദത്ത് MLA, ഡൊമിനിക് പ്രസന്റേഷൻ, ഹംസ പാറക്കാട്ടിൽ, ഷിബു തെക്കമ്പുറം, MO ജോൺ, അബ്ദുൽ മുത്തലിബ്, PK ധനപാലൻ, MA ചന്ദ്രശേഖരൻ, ഗഫൂർ, MKA ലത്തീഫ്, ആന്റണി മാനൂരാൻ, PK കൃഷ്ണൻകുട്ടി, P വിജയൻ, രാജീവ് മുതിരക്കാട്, ബാബു പുത്തനങ്ങാടി, PB സുനീർ, ഉണ്ണികൃഷ്ണൻ, PA മുജീബ്, KN കൃഷ്ണകുമാർ, ഹനീഫ നർലക്കാടൻ തുടങ്ങിയവർ സംസാരിച്ചു. ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ദീഖ് കാരക്കാടനൊപ്പം സനൂപ് കളമശ്ശേരി.